ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനിലൂടെ പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ? വലിയ മുതൽ മുടക്കില്ലാതെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യുന്നവരാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പുതുതലമുറ ബിസിനസ്സാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ ബിസിനസ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാം. നിങ്ങളൊരു എംപ്ലോയിയോ റിട്ടയർഡ് ആയ വ്യക്തിയോ വീട്ടമ്മയോ കോളേജ് വിദ്യാർത്ഥിയോ എന്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിലവിലെ ജോലിക്ക് ഒരു തടസ്സവും കൂടാണ്ട് അഡീഷണൽ ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ക്രൗഡ് വൺ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത്. പേര് പോലെ തന്നെ വേൾഡ് വൈഡ് നമ്പർ 1 ക്രൗഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ എയിമും. ICT എന്ന യൂറോപ്യൻ കമ്പനിയാണ് ക്രൗഡ് വണ്ണിനെ നയിക്കുന്നത്. അതായത് ഇമ്പാക്ട് ക്രൗഡ് ടെക്നോളജി SL. ശുപാർശ ചെയ്യുന്നതിനും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുമായി ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയർ, സേവനങ്ങൾ എന്നിവയുടെ ഒരു ലൈബ്രറി ക്രൗഡ് വൺ അംഗങ്ങൾക്ക് നൽകുക എന്നതാണ് ICTയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഓരോ വിൽപ്പനയ്ക്കും ക്രൗഡ് വൺ അംഗങ്ങൾക്ക് ഓരോ കമ്മീഷൻ ലഭിക്കും. 2016 ക്രൗഡ് വൺ കമ്പനി യൂറോപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഏകദേശം 3 വർഷത്തെ മാർക്കറ്റ് സ്റ്റഡി നടത്തി 2019 മുതലാണ് കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 18 മാസം ആയപ്പോഴേക്കും 180 രാജ്യങ്ങളിലായിട്ട് 1,70,00,000 മേൽ ആൾക്കാർ ഈ പുതുതലമുറ ബിസിനസ്സിലോട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഒരു റെക്കോർഡ് തന്നെയാണ്. 18 മാസം കൊണ്ട് 1,70,00,000 പേർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വൺ ആൻഡ് ഓൺലി കമ്പനി മാത്രമേ ഇന്ന് വേൾഡിലുള്ളൂ, ക്രൗഡ് വൺ. ആമസോൺ അലക്സ റാങ്കിംഗ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രൗഡ് വൺ കമ്പനിയാണ് നമ്പർ 1 ഇൻ ദ വേൾഡ്. 60-40 വർഷം നിൽക്കുന്ന കമ്പനികളെ പിന്തള്ളി 18 മാസം കൊണ്ട് ക്രൗഡ് വൺ നമ്പർ 1 ആയിരിക്കുകയാണ്. യൂറോപ്പിലെ സ്പെയിനിൽ മാഡ്രിഡിലാണ് ഇമ്പാക്ട് ക്രൗഡ് ടെക്നോളജി SLന്റെ ആസ്ഥാനം. പുറമെ വിവിധ രാജ്യങ്ങളിലായ ഫിലിപ്പീൻസ് മാനില, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ ഗോതൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗ്, നൈജീരിയയിലെ ലാഗോസ്, കൊളംബിയ ബൊഗോട്ട, ബ്രസീൽ റിയോ, UAE ദുബായ് എന്നിവിടങ്ങളിലും കമ്പനിയുടെ നേരിട്ടുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടും ചുരുങ്ങിയ സമയത്തിലധികം വലിയ ആൾക്കൂട്ടത്തെ ക്രൗഡിനെ സംഘടിപ്പിച്ച് അതിലൂടെ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഓൺലൈൻ വഴിയുള്ള വിനോദങ്ങളും ഗെയിമുകളും വിപണനം ചെയ്യുക. ഒപ്പം IT രംഗത്തും മറ്റുമുള്ള നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മധ്യവർത്തികളായി പ്രവർത്തിച്ചുകൊണ്ട് മെമ്പർമാർ വഴി ബിസിനസ് ചെയ്ത് ലാഭം കണ്ടെത്തുകയാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ലാഭത്തിന്റെ 80% തിരികെ ക്രൗഡ് വൺ മെമ്പേഴ്സിന് വീതിച്ചു നൽകുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് വളരെ ഒരു അട്രാക്ഷൻ ആയിട്ടും തോന്നിയിട്ടുള്ളത്. കാരണം നിലവിൽ ഒരു കമ്പനിയും 80% പേ ഔട്ടും അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് കൊടുത്തതായിട്ടുള്ള റെക്കോർഡില്ല എന്നുള്ളതാണ്. ക്രൗഡ് വൺ കമ്പനിയുടെ സാരഥികൾ യൂറോപ്പിലെ അതിപ്രശസ്തരും സമ്പന്നരുമാണ്. മിസ്റ്റർ ജോഹാൻ സ്റ്റെയിൽ വോൺ ഹോൾസ്റ്റൈൻ ആണ് ക്രൗഡ് വൺ കമ്പനിയുടെ CEO. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വീഡിഷ് സംരംഭകനും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും പബ്ലിക് സ്പീക്കർ, നിക്ഷേപകൻ, എഴുത്തുകാരനുമാണ്. സ്വീഡനിലെ ആദ്യകാല .com ഭൂമിനിടെ ഇദ്ദേഹം സഹസ്ഥാപിതമാക്കിയ .com കമ്പനികളാണ് ഐക്കൺ മീഡിയ ലാബ്, ലെറ്റ്സ് ബ്യൂട്ട് എന്നിവ. ഇദ്ദേഹത്തിന്റെ 3 പ്രൊജക്ടുകൾ ഓൾറെഡി അമേരിക്കയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മിസ്റ്റർ ജോനാസ് എറിക് വെർണർ ആണ് ക്രൗഡ് വൺ കമ്പനിയുടെ സ്ഥാപകൻ. ഇദ്ദേഹത്തെ വേൾഡ് നെറ്റ്വർക്ക് ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 20 വർഷത്തിന് മേളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. മിസ്റ്റർ ജോഹാൻ വാസ്ഡാൽ, ചീഫ് ഓഫ് സെയിൽസ്, ക്രൗഡ് വൺ. ഇദ്ദേഹം 61 വർഷം സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിഫ്ലെയിം എന്നുള്ള കമ്പനിയിൽ 20 വർഷം CEO പൊസിഷൻ ഹാൻഡിൽ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ആ ഒരു പൊസിഷൻ റിസൈൻ ചെയ്തിട്ട് ചീഫ് ഓഫ് സെയിൽസ് ആയിട്ട് ക്രൗഡ് വണ്ണിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. മിസ്റ്റർ ജാൻ ഫ്രോസ്നെ, ഏഷ്യ പസഫിക് മാനേജറാണ് ക്രൗഡ് വണ്ണിന്റെ. മിസ്റ്റർ പീറ്റർ ജേക്കബ്സൺ, ചീഫ് നെറ്റ്വർക്കിംഗ് ഡയറക്ടറാണ് ക്രൗഡ് വണ്ണിന്റെ. 100% ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോകമെമ്പാടും ബിസിനസ് ചെയ്ത് സമ്പന്നരാകാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രൗഡ് വൺ നമുക്ക് തരുന്നത്. വളരെയധികം എക്സ്പീരിയൻസ് ആയ മാനേജ്മെന്റ് ടീമാണ് ക്രൗഡ് വണ്ണിനെ നയിക്കുന്നത്. ലോകത്തിലെ തന്നെ പുതുതലമുറ ബിസിനസ്സായ യൂബർ, ഒയോ, ആമസോൺ തുടങ്ങിയ കമ്പനികളെ പോലെ ക്രൗഡ് വണ്ണും പൊതുജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് തീർത്തും ഒരു പുത്തൻ ആശയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. യൂബർ, ഒയോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സാണ്. ഇവർക്കാർക്കും സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി ക്രൗഡ് വണ്ണിന്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഒന്ന് പരിചയപ്പെടാം. ലൈഫ് ട്രെൻഡ് എന്നുള്ളൊരു ഓൺലൈൻ ബുക്കിംഗ് പോർട്ടലാണ്. ഹോട്ടൽസ്, ഫ്ലൈറ്റ്, ക്യാബ്സ്, ക്രൂയിസ് എല്ലാം ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂർ പ്രോഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബുക്കിംഗ് പോർട്ടലാണ് ലൈഫ് ട്രെൻഡ്. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഗ്രിറ്റബ് എന്ന് പറയും. അത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്, ലേണിംഗ്. മൂന്നാമത്തത് അഫിൽഗോ, ഒരു ഗാംബ്ലിംഗ് സൈറ്റ് ആണ്. നാലാമത്തെ പ്രൊഡക്റ്റ് മിക്സ്ചർ എന്ന് പറയുന്നൊരു ഓൺലൈൻ ഗെയിമിംഗ് ആണ്, സോഷ്യൽ ഗെയിമിംഗ് ആണ്. അത് 400ഓളം പ്രീ ലോഞ്ചിങ് ഗെയിംസ് ഒക്കെ വെച്ചിട്ട് November 14th മിക്സറിന്റെ ലോഞ്ചിങ്. ഇത് രണ്ടും റീജിയണൽ പ്രൊഡക്ട്സ് ആണ്. സേഫർ സൗത്ത് ആഫ്രിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് സേഫർ. ട്രിബ്യൂട്ട് നൈജീരിയക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഉള്ളത് ക്രൗഡ് വണ്ണിന്റെ മാഗസീൻ ആണ്. ഇത്രയും പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ലൈവായിട്ട് ക്രൗഡ് വണ്ണിലുള്ളത്.
നമുക്കിനി വീട്ടിൽ നിന്ന് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് നോക്കാം. ഹൗ ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് ഫ്രം ഹോം. ബിസിനസ് തുടങ്ങേണ്ടതിനായി 4 എഡ്യൂക്കേഷൻ പാക്കേജുകളിൽ നിന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ആദ്യത്തെ പാക്കേജ് വൈറ്റ് എന്നറിയപ്പെടും. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 99 യൂറോയാണ്, ഇന്ത്യൻ റുപ്പീസ് 9000 രൂപ. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ബേസിക് എഡ്യൂക്കേഷൻ പാക്കേജ് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ് 2.5 യൂറോ തുടങ്ങി 10 യൂറോ വരെ എവറി വീക്ക്. 3 മാസം കൂടുമ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡും കിട്ടുന്നതാണ്. അടുത്ത പാക്കേജ് ബ്ലാക്ക് എന്നറിയപ്പെടും. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 299 യൂറോ, ഇന്ത്യൻ റുപ്പീസ് 27,000 രൂപ. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ് 2.5 യൂറോ തുടങ്ങി 75 യൂറോ വരെ എവറി വീക്ക് നമുക്ക് കിട്ടാനുള്ള ഒരു പാക്കേജ് ആണ്. പ്ലസ് ക്രൗഡ് ഓൺ റിവാർഡ്സ് ഡിവിഡൻഡ് ഓരോ 3 മാസം കൂടുമ്പോഴും നമുക്ക് തരുന്നതാണ്. നെക്സ്റ്റ് പാക്കേജ് ഗോൾഡ് എന്നറിയപ്പെടും. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 799 യൂറോ, ഇന്ത്യൻ റുപ്പീസ് 72,000 രൂപ. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ് 2.5 യൂറോ തുടങ്ങി 250 യൂറോ വരെ എവറി വീക്ക് പ്ലസ് ക്രൗഡ് ഓൺ റിവാർഡ്സ് ഡിവിഡൻഡ്. നാലാമത്തെ പാക്കേജ് വരുന്നത് ടൈറ്റാനിയം. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2499 യൂറോ, ഇന്ത്യൻ റുപ്പീസ് 2,25,000 രൂപ. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ് 2.5 യൂറോ തുടങ്ങി 2250 യൂറോ വരെ എവറി വീക്ക് പ്ലസ് ക്രൗഡ് ഓൺ റിവാർഡ്സ് ഡിവിഡൻഡ്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ ഡിവിഡൻഡും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ പാക്കേജിന്റെ ബിസിനസ് വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പാക്കേജിന് വരുന്നത് വോളിയം 90 പോയിന്റ്സ് ആണ്, ബ്ലാക്ക് പാക്കേജിന് വരുന്ന ബിസിനസ് വോളിയം 270 പോയിന്റ്സ് ആണ്, ഗോൾഡ് പാക്കേജിന് വരുന്ന ബിസിനസ് വോളിയം 720 പോയിന്റ്സ് ആണ്, ടൈറ്റാനിയം പാക്കേജിന് വരുന്ന ബിസിനസ് വോളിയം 2250 പോയിന്റ്സ് ആണ്. നമുക്കിനി ക്രൗഡ് ഓൺ ബിസിനസ്സിൽ നിന്ന് എന്തെല്ലാം ബോണസുകളാണ് കിട്ടുന്നത്, എത്രത്തോളം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ഇതിന്റെ ആദ്യത്തെ ബോണസ് വരുന്നത് എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ്. അതായത് നമ്മളിലൂടെയും നമ്മുടെ ടീമിലൂടെയും എന്തോരം ബിസിനസ് നടക്കുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കി തരുന്ന ഒരു ബൈനറി ഇൻകം ആണ് എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ്. രണ്ടാമത്തെ ബോണസ് ആണ് സ്ട്രീം ലൈൻ ബോണസ്. ഇതിനെ ക്രൗഡ് ഓൺ റിവാർഡ്സ് പോയിന്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ്സ് വരുന്നത് നമ്മൾ നിൽക്കുന്ന പാക്കേജും നമ്മൾ എത്ര പേരെ ഡയറക്റ്റ് ഈ ബിസിനസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കമ്പനിയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ആവറേജ് കാൽക്കുലേഷൻ എടുത്തിട്ട് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് സ്ട്രീം ലൈൻ ബോണസ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ ഒരു ബോണസ് ആണ് മാച്ചിങ് ബോണസ്. നമ്മൾ വ്യക്തിപരമായി സ്പോൺസർ ചെയ്ത ടീമുകളുടെ ബൈനറി ബോണസിനെ അടിസ്ഥാനമാക്കി പൊരുത്തപ്പെടുന്ന ബോണസിന്റെ 1% നമ്മൾക്ക് നൽകുന്നു. അതിൽ നമ്മുടെ പാക്കേജ് ഏതാണെന്ന് നോക്കും, നമ്മൾ എത്ര പേരെ ഡയറക്റ്റ് ഈ ബിസിനസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടെന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ആ പേയ്മെന്റ് നമുക്ക് തരുന്നത്. നാലാമത്തെ ബോണസ് ആണ് ഫിയർ ഓഫ് ലോസ് ബോണസ്. നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നമ്മൾ മുടക്കിയ പേയ്മെന്റ് കൂടാണ്ട് കുറച്ച് പേയ്മെന്റും കൂടി കമ്പനിയിൽ നിന്ന് നമുക്ക് 15ാമത്തെ ദിവസം തിരിച്ചു കിട്ടുന്ന ഒരു ബോണസ് ആണ് ഫിയർ ഓഫ് ലോസ് ബോണസ്. അടുത്തൊരു ബോണസ് ആണ് ലോങ് ടേം റെസിഡ്യൂവൽ ഇൻകം. ഇത് നമുക്ക് ഇതിനകത്ത് ഓരോ റാങ്കുകൾ അച്ചീവ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ മാസവും 15ാം തീയതി ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവും. അതിന് നമുക്ക് സാലറി എന്നോ പെൻഷൻ എന്നോ വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ലഭിക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പാക്കേജ് ഇതൊക്കെയാണ്: ഫ്യൂച്ചർ ബിസിനസ്, ക്രിപ്റ്റോ കറൻസി, സോഷ്യൽ മീഡിയ, മൊബൈൽ ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ്, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമേഷൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ഷെയർ മാർക്കറ്റിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഡാറ്റ സേവിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിങ്ങനെയുള്ള മൊഡ്യൂളുകളാണ് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ പാക്കേജിൽ ലഭിക്കുന്നത്. വിത്ത് വീഡിയോ ഉൾപ്പെടെയാണ് നമുക്കിത് കിട്ടുന്നത്. ഫിയർ ഓഫ് ലോസ് ബോണസ്. നമ്മൾ ജോയിൻ ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ 4 പേരെ നമുക്ക് ഈ ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ 15ാമത്തെ ദിവസം നമ്മൾ മുടക്കിയ പേയ്മെന്റ് കൂടാണ്ട് കുറച്ച് പേയ്മെന്റ് കൂടി കമ്പനി നമുക്ക് തിരിച്ചു തരും. നമ്മൾ ഏത് പാക്കേജിലും ആയിക്കോട്ടെ നിൽക്കുന്നത്, ഇപ്പോൾ 9,000ന്റെ വൈറ്റ് പാക്കേജിൽ നിന്നുകൊണ്ട് 14 ദിവസം കൊണ്ട് 4 പേരെ കൊണ്ട് ടൈറ്റാനിയം പാക്കേജ് 2.25 ലക്ഷത്തിന്റെ പാക്കേജ് എടുപ്പിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ ദിവസം 2,70,000 രൂപയായിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തരും. നമ്മൾ വൈറ്റ് പാക്കേജിൽ നിന്നുകൊണ്ട് ഗോൾഡ് പാക്കേജ് 72,000ന്റെ 4 പാക്കേജാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ 15ാമത്തെ ദിവസം 90,000 രൂപയായിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തരും. നമ്മൾ വൈറ്റ് പാക്കേജിൽ നിന്നുകൊണ്ട് ബ്ലാക്ക് പാക്കേജ്, അതായത് 27,000ന്റെ പാക്കേജ് 4 സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15ാമത്തെ ദിവസം 30,000 രൂപയായിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തരും. നമ്മൾ വൈറ്റ് പാക്കേജിൽ നിന്നുകൊണ്ട് 9,000ന്റെ പാക്കേജ് തന്നെയാണ് 4 പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 15ാമത്തെ ദിവസം 11,250 രൂപയായിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തരും. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് 14 ദിവസം കൊണ്ട് 4 പേരെ ഈ ബിസിനസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ ഒരു ബോണസ് മാത്രം നമുക്ക് കിട്ടില്ലെന്നുള്ളൂ. ഇത് 1 ടൈം ക്യാഷ് ബോണസ് ആണ്. ഈ ഒരു ഫിയർ ഓഫ് ലോസ് ബോണസ് ആണ് നമ്മളെ ബിസിനസിനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുപോകുന്നത്.
നമ്മൾ ആദ്യം പരിചയപ്പെട്ട മൊത്തം 5 ഇംഗത്തിലും ഈ ഒരു ഇൻകം എല്ലാവരും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കമ്പനി പറയുന്ന എല്ലാ ഇംഗത്തിലോട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കലി റീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു ബോണസ് ആണ് എഡ്യൂക്കേഷണൽ പാക്കേജ് സെയിൽസ് ബോണസ്, ബൈനറി ഇൻകം. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പവർ ബൈനറി എന്നുള്ളൊരു സിസ്റ്റം ക്രൗഡ് ഇറക്കിയിരിക്കുന്നത്. മറ്റ് MLM കമ്പനികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ, അതായത് 1:1 അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:3 എന്ന അനുപാതങ്ങളിൽ 2 വശങ്ങളിലുമുള്ള ബിസിനസ് വോളിയം കൂട്ടിച്ചേർത്ത് അതിന്റെ 10% കട്ട് ഓഫ് പീരീഡ് ഇല്ലാതെ പെയർ മാച്ച് ആക്കുന്ന അതേ നിമിഷം തന്നെ റിയൽ ടൈം കമ്മീഷനായി ലഭിക്കുന്നു. വരുമാന പരിധിയില്ലാതെ അൺലിമിറ്റഡ് ലെവലിൽ നിന്നും ബൈനറി വരുമാനം ലഭിക്കും. ബൈനറി ഇൻകം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോരോ വ്യക്തികളെ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്താൽ മാത്രമേ നമുക്ക് ബൈനറി ഇൻകത്തിൽ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. എന്ന് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോ ആൾക്കാരെ സ്പോൺസർ ചെയ്യണോ അന്ന് നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് 1800 രൂപ 1:1 മാച്ച് ചെയ്ത് തരും. ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോരോ ആൾക്കാരെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ ബൈനറി പേയ്മെന്റിലും നമ്മൾ എലിജിബിൾ ആയി. നമ്മൾ ഈ 2 പേരെ കൊണ്ടുവന്നിട്ട് പിന്നെ ആരെയും കൊണ്ടുവന്നില്ലെങ്കിലും നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ആൾക്കാർ വഴിയോ നമ്മുടെ അപ്ലൈന്റെ സപ്പോർട്ട് വഴിയോ 1:1 1:1 1:1 റേഷ്യോ എപ്പോഴൊക്കെ മാച്ച് ചെയ്യണ്ടോ അപ്പോഴെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വിത്തിൻ 3 സെക്കൻഡ് 1500 രൂപ വെച്ച് നമുക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് എഡ്യൂക്കേഷണൽ പാക്കേജ് സെയിൽസ് ബോണസ് എന്നുള്ളത് ക്രൗഡ് വണിന്റെ ബൈനറി പ്ലാൻ ആണ്. റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് അതർ MLM കമ്പനീസിന്റെ ബൈനറി പ്ലാൻ ആണ്. ഈ 1:1 പേയ്മെന്റ് ക്രൗഡ് വണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 9000ന്റെ പാക്കേജിൽ നമുക്ക് കിട്ടുന്നത് 90 പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു 9000ന്റെ സെയിലും റൈറ്റ് സൈഡിൽ ഒരു 9000ന്റെ സെയിലും നടത്തി കഴിഞ്ഞാൽ 90 + 90 = 180 പോയിന്റ്സ് ആണ്. അപ്പോൾ 180യുടെ 10% 18 പോയിന്റ്സ് നമുക്ക് കിട്ടും. അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് അതിന്റെ 10% ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ സെയിം പ്രോസസ്സ് തന്നെ ബാക്കിയുള്ള ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ 90 പോയിന്റ്സും റൈറ്റ് സൈഡിൽ 90 പോയിന്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ 90 പോയിന്റ്സിന്റെ 10% മാത്രമേ അവർക്ക് പേ ഔട്ട് ആയിട്ട് കിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. ക്രൗഡ് വണ്ണിൽ ലെഫ്റ്റും റൈറ്റും വരുന്ന പോയിന്റ്സിന്റെ ആഡ് ചെയ്തിട്ടുള്ള 10%ഉം മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ അപ്പുറവും ഇപ്പുറവും മാച്ച് ചെയ്യുന്നതിന്റെ 10% ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രൗഡ് വണ്ണിൽ 1:2 എന്ന റേഷ്യോയിലും ഒരു പ്ലാൻ ഉണ്ട്, 90 പോയിന്റ്സ് ഉണ്ട്. അതിന്റെ താഴത്ത് ഒരു വൈറ്റ് പാക്കേജ് 90 പോയിന്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷനിലാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ ഇതിനകത്ത് 90 + 90 + 90 = 270 പോയിന്റ്സ്. അപ്പൊ 270യുടെ 10% എന്ന് പറയുമ്പോഴേക്കും 27 പോയിന്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഏകദേശം 2:1 റേഷ്യോ പേ ഔട്ട് വന്നു കഴിഞ്ഞാൽ 2700 രൂപ ഒരു എൻട്രിക്ക് നമുക്ക് ലഭിക്കും. ഈ സെയിം പ്രോസസ് 2:1 പേ ഔട്ട് വേറെ അതർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ലെഫ്റ്റ് സൈഡിൽ 90 പോയിന്റ്സ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 90 പോയിന്റ്സ് ഉണ്ട്, അതിന്റെ താഴത്തെ ഒരു 90 പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് 90 പോയിന്റ്സിന്റെ 10%, അതായത് അപ്പുറവും ഇപ്പുറവും ടാലി ചെയ്തതിന്റെ 10% പേ ഔട്ട് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. ബൈനറിയിൽ തന്നെ അടുത്തൊരു ഇൻകം ആണ് വരുന്നത് 1:3 റേഷ്യോയിൽ. അതായത് ലെഫ്റ്റിലോ റൈറ്റിലോ ഒരാളും ഓപ്പോസിറ്റ് സൈഡിൽ 3 വ്യക്തികളും അത് വൈറ്റ് പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 90 + 90 + 90 + 90 = 360 പോയിന്റ്സ്. അതിന്റെ 10% 36 പോയിന്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും വിത്തൗട്ട് എനി ഡിലേ. അതിനകത്തിൽ 30% ഷെയറിലോട്ട് പോയിട്ട് ബാക്കി എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ബൈനറിയിലെ തന്നെ 1:1 റേഷ്യോയും 1:2 റേഷ്യോയും 1:3 റേഷ്യോയിലോട്ടും നമുക്ക് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ വെറും 2 വ്യക്തികളെ മാത്രം ഈ ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഈ വലിയൊരു ഇൻകത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇന്ന് ലോകത്ത് തന്നെ 1:1ലും 1:2ലും 1:3 റേഷ്യോയിലും പേ ഔട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഇന്ന് വേൾഡിലുള്ളൂ, വൺ ആൻഡ് ഓൺലി ക്രൗഡ് വൺ. ഈ സെയിം പ്രോസസ് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 3:1 റേഷ്യോ വന്നാൽ പോലും അവർക്ക് മാക്സിമം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ടാലി ചെയ്തേക്കുന്നതിന്റെ 10% മാത്രമേ കിട്ടുള്ളൂ. ബാക്കി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ 10% ബൈനറിയിൽ പേ ഔട്ട് കൊടുക്കുമ്പോഴേക്കും ക്രൗഡ് വൺ മാത്രമാണ് ബൈനറിയിൽ 40% പേ ഔട്ട് കൊടുക്കുന്നത്. അടുത്ത ഒരു ഇൻകമാണ് മാച്ചിങ് ബോണസ്. 4 മുതൽ 20 വരെയും പാക്കേജ് നേരിട്ട് സെയിൽ ചെയ്യുന്നതനുസരിച്ച് 1 മുതൽ 5 ലെവലുകളിൽ നിന്ന് ഓരോ ലെവലിലും ഓരോരുത്തർക്കും ലഭിക്കുന്ന ബൈനറി വരുമാനത്തിന്റെ 10% വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമുക്ക് ഇതിന്റെ വർക്കിംഗ്സ് ഒന്ന് നോക്കാം. നമുക്ക് ഈ ബിസിനസ്സിലോട്ട് എന്ന് 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു അന്ന് തുടങ്ങി നമുക്ക് അടുത്തൊരു ഇൻകം സ്റ്റാർട്ട് ചെയ്യും, മാച്ചിങ് ബോണസ്. ഈ 4 പേരും വാങ്ങുന്ന എമൗണ്ടിന്റെ 10% വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അടുത്ത ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റിൽ നിന്നുള്ള പാക്കേജ് ബ്ലാക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് 27,000ന്റെ പാക്കേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവണം. 8 പേരെ ഡയറക്റ്റ് നമുക്ക് ഈ ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 പേരും വാങ്ങുന്ന എമൗണ്ടിന്റെ 10% കിട്ടും. അവർ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്ന വ്യക്തികളുടെ 10% കിട്ടും. അതായത് 2 തലമുറയെന്നായിട്ട് 10% വെച്ച് നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ലെവലിൽ നിന്ന് 10% ലഭിക്കണമെങ്കിൽ ബ്ലാക്ക് പാക്കേജ് തന്നെ നിന്നാൽ മതി.
12 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 12 പേര് വാങ്ങുന്ന എമൗണ്ടിന്റെ 10% കിട്ടും. അവർ ഫസ്റ്റ് ലൈനിൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ 10% കിട്ടും. അവർ ഫസ്റ്റ് ലൈനിൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ 10% കിട്ടും. അതായത് 3 തലമുറയെന്നായിട്ട് 10% പേയ്മെന്റ് വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. 4ാമത്തെ തലമുറയിൽ നിന്ന് വരുമാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് പാക്കേജിൽ നിന്ന് ഗോൾഡ് പാക്കേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതായത് 72,000 പാക്കേജിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. 16 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 തലമുറയെന്നായിട്ട് 10% 10% 10% 10% വെച്ച് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കും. 5ാമത്തെ ലെവലിൽ നിന്നുള്ള ഇൻകം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പാക്കേജിൽ നിന്ന് ടൈറ്റാനിയം പാക്കേജിലോട്ട് ടോപ്പ് അപ്പ് ചെയ്യണം. 20 മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ബിസിനസ്സിലോട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 തലമുറയെന്നായിട്ട് 10% 10% 10% 10% 10% പേയ്മെന്റ് വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഈ ഒരു ഫ്ലോയിൽ തന്നെ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ ലെവലിലുള്ള മെമ്പേഴ്സ് ഇത്രയും നിങ്ങൾക്കറിയോ? അതായത് ഞാൻ 20 പേരെ ഇന്നത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരും 20 ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കറക്റ്റ് ഫ്ലോയിൽ എല്ലാവരും 20 പേര് വെച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 5ാമത്തെ ലെവൽ വരുമ്പോൾ 32 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടാവും. ഈ 32 ലക്ഷം മെമ്പേഴ്സും ഒരു ദിവസം വാങ്ങുന്ന എമൗണ്ടിന്റെ 10% വെച്ച് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. 5ാമത്തെ ലെവലിൽ 32 ലക്ഷം മെമ്പേഴ്സ് വന്നുവെന്നുണ്ടെങ്കിൽ ഇടയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും 20 പേര് വെച്ച് കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് 32 ലക്ഷം മെമ്പേഴ്സ് ആവുള്ളൂ. ഇത് പക്ഷേ പ്രാക്ടിക്കൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. നമുക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നവരായിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് ജസ്റ്റ് ഒരു 10 പേരുടെ കണക്ക് വെച്ച് തുടങ്ങാം. അതായത് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് 10 പേരെ സ്പോൺസർ ചെയ്തു, അവരും 10 പേര് വെച്ച് കൊണ്ടുവരണമെങ്കിൽ എന്റെ 2ാമത്തെ ലെവൽ വരുമ്പോൾ 100 മെമ്പേഴ്സായി. അവരും 10 പേര് വെച്ച് കൊണ്ടുവരണമെങ്കിൽ എന്റെ 3ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 1000 മെമ്പേഴ്സായി. അവരും 10 പേര് വെച്ച് കൊണ്ടുവരണമെങ്കിൽ എന്റെ 4ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 10,000 മെമ്പേഴ്സായി. അവരും 10 പേര് വെച്ച് കൊണ്ടുവരണമെങ്കിൽ എന്റെ 5ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 1 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരിൽ നേരെ പകുതി കൂട്ടിയായി 50,000 പേര്. ഈ 50,000 പേരും ഒരു ദിവസം 2,000 രൂപ വെച്ച് വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ പേ ഔട്ട് കൊടുക്കുന്നത് 10 കോടി രൂപയാണ്. അതിന്റെ 10% 1 കോടി രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഇത് 10 പേരെ കൊണ്ടുവന്നാലുള്ള ഒരു ആവറേജ് കാൽക്കുലേഷനിലാണ് പറഞ്ഞത്. നമുക്കിനി ഒരു 5 പേരെ വെച്ച് കൂട്ടിക്കുമോ നിങ്ങൾ? അതായത് ഞാൻ ഡയറക്റ്റ് 5 പേരെ കൊണ്ടുവന്നു, അവര് 5 പേര് വെച്ച് കൊണ്ടുവരണമെങ്കിൽ എന്റെ 2ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 25 മെമ്പേഴ്സായി. അവര് 5 പേര് വെച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്റെ 3ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 125 മെമ്പേഴ്സായി. അവരും 5 പേര് വെച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്റെ 4ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 625 മെമ്പേഴ്സായി. അവരും 5 പേര് വെച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്റെ 5ാമത്തെ ലെവൽ വരുമ്പോഴേക്കും 3125 മെമ്പേഴ്സ് ഉണ്ടാവും ടോട്ടൽ. ഇതിനകത്ത് നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 1500 കൂട്ടിയാൽ മതി. ഈ 1500 പേരും ഒരു ദിവസം 2,000 വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ പേ ഔട്ട് കൊടുക്കേണ്ടത് 3 ലക്ഷം രൂപയാണ്. അതിന്റെ 10% 30,000 ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്മ ആദ്യം ഒരു ബോണസ് പരിചയപ്പെട്ടായിരുന്നു, ബൈനറി ബോണസ്. അതിനകത്ത് ഒരു 3:1 പെയർ മാച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന പേ ഔട്ട് എന്ന് പറഞ്ഞാൽ 3,600 ആണ്. ഞാൻ ഇവിടെ 2,000 വെച്ച് കൂട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലോട്ട് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. നമുക്ക് എത്ര പേരെ കൂട്ടാൻ പറ്റണോ അതിന് ആനുപാതികമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനവും കൂടിക്കൊണ്ടിരിക്കും. അവരെല്ലാം എപ്പോഴൊക്കെ വരുമാനം വാങ്ങുന്നുണ്ടോ അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 10% സ്പോട്ടിൽ നമുക്കും കിട്ടും. അടുത്തൊരു ഇൻകമാണ് ലോങ് ടേം റെസിഡ്യൂൽ ഇൻകം. കമ്പനിയുടെ ലാഭത്തിന്റെ 40% പേയ്മെന്റ് ആണ് ലോങ് ടേം റെസിഡ്യൂൽ ഇൻകത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ഓരോ റാങ്കുകൾ ബേസ് ചെയ്തിട്ട് മാത്രം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നമുക്ക്. അതായത് ടീം ലീഡർ സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, കോർഡിനേറ്റർ സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, മാനേജർ സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, ഡയറക്ടർ സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, പ്രസിഡന്റ് സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, സീനിയർ പ്രസിഡന്റ് സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3, അംബാസിഡർ സ്റ്റാർ 1 സ്റ്റാർ 2 സ്റ്റാർ 3. ഇങ്ങനെ മൊത്തം 21 പൂളുകളാണ് ഉള്ളത്. കമ്പനിയിൽ വരുന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ 40% എടുത്തിട്ട് അത് ഈക്വൽ ആയിട്ട് 21 പൂളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ റാങ്കുകൾ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൂളിൽ നിന്ന് ഈക്വൽ ആയിട്ട് ആ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എല്ലാ മാസവും 15-ാം തീയതി കൃത്യമായിട്ട് ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്നതുമാണ്. വൺസ് നമ്മൾ ഡയറക്ടർ റാങ്കിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു VIP ക്രൂസ് ട്രിപ്പിലും നമ്മൾ അച്ചീവ് ആവും. അതിനുള്ളൊരു ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കും. അടുത്തൊരു ബോണസ് ആണ് സ്ട്രീം ലൈൻ ബോണസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്ന പാക്കേജ് ഏതാണെന്ന് നോക്കും, നമ്മൾ എത്ര പേര് ഈ ബിസിനസ്സിലോട്ട് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും, നമ്മൾക്ക് ശേഷം കമ്പനിയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. ഇതിന്റെ എല്ലാത്തിന്റെയും ആവറേജ് കാൽക്കുലേഷനിൽ എല്ലാ ബുധനാഴ്ചയും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻകമാണ് സ്ട്രീം ലൈൻ ബോണസ്. നമുക്ക് ഈ ബിസിനസ്സിലോട്ട് ഒരാളെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് 180 രാജ്യങ്ങളിലായിട്ട് 250 മെമ്പേഴ്സ് കമ്പനിയിലോട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും നമുക്ക് 2.5 യൂറോ വെച്ച് വീക്കിലി കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ബിസിനസ്സിലോട്ട് ഒരാളെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ടോട്ടൽ 10,000 മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ ബുധനാഴ്ചയും നമുക്ക് 5 യൂറോ വെച്ചിട്ടായിരിക്കും വീക്കിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 പേരെ നമുക്ക് ഈ ബിസിനസ്സിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ടോട്ടൽ 25,000 മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ ബുധനാഴ്ചയും 7.5 യൂറോ വെച്ചിട്ടായിരിക്കും വീക്കിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
3 പേരെ നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ടോട്ടൽ 50,000 മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ ബുധനാഴ്ചയും നമുക്ക് 10 യൂറോ വെച്ചിട്ടായിരിക്കും വീക്കിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് പാക്കേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്ട്രീം ലൈൻ ബോണസിൽ നിന്ന് വീക്കിലി 10 യൂറോ വരെ എൻ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എന്നുള്ള പാക്കേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ അടുത്ത ബെനിഫിറ്റിലോട്ട് കിട്ടുള്ളൂ. നമ്മൾ ബ്ലാക്ക് പാക്കേജിൽ നിന്നുകൊണ്ട് 5 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ 70,000 പേര് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 യൂറോ വെച്ച് വീക്കിലി കിട്ടും. 6 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 1 lakh മെമ്പേഴ്സ് ടോട്ടൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 യൂറോ വെച്ച് എല്ലാ വീക്കിലും കിട്ടും. 7 പേരെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തു. 1,50,000 പേര് കമ്പനിയിൽ ടോട്ടൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 യൂറോ വെച്ച് എല്ലാ വീക്കിലും നമുക്ക് കിട്ടും. 8 പേരെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ ടോട്ടൽ 2 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും 75 യൂറോ വെച്ച് വീക്കിലി നമുക്ക് കിട്ടും. ഗോൾഡ് പാക്കേജിൽ നിന്നുകൊണ്ട് നമ്മൾ 9 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ മൊത്തം 5 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 യൂറോ വെച്ച് എല്ലാ ബുധനാഴ്ചയും നമുക്ക് കിട്ടും. 10 പേര് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ മൊത്തം 7 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 150 യൂറോ വെച്ച് എല്ലാ വീക്കിലും നമുക്ക് ക്രെഡിറ്റ് ആവും. 11 പേര് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ മൊത്തം 10 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 200 യൂറോ വെച്ച് എല്ലാ വീക്കിലും നമുക്ക് ക്രെഡിറ്റ് ആവും. 12 പേര് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ മൊത്തം 12,50,000 പേര് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും 250 യൂറോ വെച്ച് വീക്കിലി ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ് ലെവലിൽ നിന്ന് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പാക്കേജിൽ നിന്ന് ടൈറ്റാനിയം പാക്കേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവണം. 13 പേര് ബ്ലാക്ക് പാക്കേജ് എടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ വൈറ്റ് പാക്കേജ് എടുപ്പിച്ചാണ് ആൾക്കാർ ടോപ്പ് ചെയ്ത് ബ്ലാക്കിലോട്ടോ അഥവാ നമ്മ പുതിയൊരു മെമ്പേഴ്സിനെ ബ്ലാക്ക് പാക്കേജോ 13 മെമ്പേഴ്സിന് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയിൽ മൊത്തം 15 ലക്ഷം മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബുധനാഴ്ചയും 500 യൂറോ വെച്ച് വീക്കിലി കിട്ടും. 500 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി ഒരു 40,000 രൂപക്ക് മേളിലാണ് എല്ലാ ബുധനാഴ്ചയും. 14 ബ്ലാക്ക് പാക്കേജ് ഉണ്ടെങ്കിൽ ടോട്ടൽ 750 യൂറോ വെച്ച് എല്ലാ വീക്കിലിയും നമുക്ക് ക്രെഡിറ്റ് ആവും. 15 ഗോൾഡ് പാക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി 1000 യൂറോ. 15 ഗോൾഡ് പാക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1250 യൂറോ എല്ലാ വീക്കിലിയും. അപ്പോൾ ടോട്ടൽ കമ്പനിയിൽ ഒരു 30 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. 17ാമത്തെ ലെവലിൽ ടൈറ്റാനിയം പാക്കേജ് 15 ഉണ്ടാവണം. എങ്കിൽ നമുക്ക് 1500 യൂറോ വെച്ച് എല്ലാ വീക്കിലിയും ക്രെഡിറ്റ് ആവും. അടുത്ത ലെവലിൽ 15 ടൈറ്റാനിയം തന്നെ മതി. നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം കമ്പനിയിൽ മൊത്തം 50 ലക്ഷം മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1750 യൂറോ വെച്ച് എല്ലാ വീക്കിലും ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ് ഇതിലും 15 ടൈറ്റാനിയം തന്നെ മതി. നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം കമ്പനിയിൽ മൊത്തം 75 ലക്ഷം പേര് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2000 യൂറോ വെച്ച് വീക്കിലി നമുക്ക് ക്രെഡിറ്റ് ആവും. 20ാമത്തെ ലെവലിൽ 15 ടൈറ്റാനിയം പാക്കേജ് തന്നെ മതി. കമ്പനിയിൽ മൊത്തം 1 കോടി മെമ്പേഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും 2250 യൂറോ വെച്ച്, അതായത് ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 2,02,500 രൂപ വരെ ഒരു ആഴ്ചയിൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് സ്ട്രീം ലൈൻ ബോണസിൽ. കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന പുതിയ ആൾക്കാരുടെ എണ്ണം എടുത്താൽ ആവറേജ് ഒരു 45,000 പേരാണ് ഒരു ദിവസം തന്നെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് കമ്പനി ഇപ്പോൾ ഒരു ഓഫർ തന്നിട്ടുണ്ട്, ഒരു എപ്പിക് പ്രൊമോഷൻ. അതായത് വൈറ്റ് പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് നേരെ ബ്ലാക്ക് പാക്കേജിലോട്ട് പ്രൊമോഷൻ, ബ്ലാക്ക് പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് നേരെ ഗോൾഡ് പാക്കേജിലോട്ട് പ്രൊമോഷൻ, ഗോൾഡ് പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് നേരെ ടൈറ്റാനിയം പാക്കേജിലോട്ട് പ്രൊമോഷൻ. സാധാരണ 9,000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 50 ക്രൗഡ് ഓൺ റിവാർഡ്സ് ആണ് കിട്ടാറ്. ഇപ്പൊ ഈ ഓഫർ ഉള്ളത് കൊണ്ട് 150 റിവാർഡ്സ് ഉണ്ട്. 27,000 പാക്കേജ് എടുക്കുന്ന ആൾക്ക് 150 റിവാർഡ്സ് കിട്ടേണ്ട സ്ഥലത്ത് ഇപ്പൊ 500 റിവാർഡ്സ് അവർക്ക് കിട്ടും. 72,000 പാക്കേജ് എടുക്കുമ്പോഴേക്ക് 500 റിവാർഡ്സ് ആണ് കിട്ടാറ്. അവർക്ക് നേരെ ഇപ്പോൾ 1,750 റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു റിവാർഡ്സിന്റെ വാല്യൂ ഈക്വൽ ടു 0.90 പൈസ ഉണ്ടായുള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു റിവാർഡ്സിന്റെ വാല്യൂ ഈക്വൽ ടു 2 യൂറോ. ഒരു യൂറോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90 രൂപ. അപ്പൊ ഒരു റിവാർഡ്സ് ഈക്വൽ ടു 180 രൂപ. അപ്പൊ ഈ റിവാർഡ്സ് മാക്സിമം നമുക്ക് എന്തോരം കളക്ട് ചെയ്യേണ്ടി പറ്റുമോ അതിന് ആനുപാതികമായിട്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഈ റിവാർഡ്സ് ഈക്വൽ ടു കമ്പനിയുടെ ഉടമസ്ഥാവകാശമാണ്, കമ്പനിയുടെ ഓണർഷിപ്പ് റൈറ്റ് ആണ്. അപ്പൊ ഈ ഓണർഷിപ്പ് റൈറ്റ് മാക്സിമം കൂട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് 3 മാസം കൂടുമ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് കിട്ടും. അപ്പൊ ഈ റിവാർഡ്സ് പോയിന്റ് മാക്സിമം കളക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം കൂടുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന് ഇത്തിരി കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കമ്പനി ഇത് പ്രീ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ട് മാത്രമാണ് കമ്പനിയുടെ ഓണർഷിപ്പ് റൈറ്റ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഓണർഷിപ്പ് റൈറ്റ് കൂട്ടാനായിട്ട് നോക്കുക, ക്രൗഡ് ഓൺ റിവാർഡ്സ് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു എപ്പിക് പ്രൊമോഷൻ തീരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം എല്ലാ ആൾക്കാരും ഈ ബിസിനസ്സിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.